ഹലോ ഗായ്സ്, സനീഷ് ഉണ്ണികൃഷ്ണൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സീക്രട്ട് ഓഫ് കലിംഗ സിനിമ കണ്ടു. ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, മെറീന മൈക്കൽ കുരിശിങ്കൽ, മാളവിക, ഇങ്ങനെ അത്യാവശ്യം ആർട്ടിസ്റ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു സിനിമ കണ്ട സമയത്ത് എന്റെ ഓർമ്മയിൽ വേറൊരു സിനിമയാണ് വന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് OTT കണ്ട മൂവി ആയിരുന്നു സംഭവം അധ്യായം 1. നമ്മുടെ ആസിഫ് അലിയുടെ ബ്രദർ നായകനായ മൂവിയായിരുന്നു. ആ ഒരു മൂവിയെ ഓർമ്മിപ്പിക്കുന്ന പല സംഭവങ്ങളും സീക്രട്ട് ഓഫ് കലിംഗയിലുണ്ട്. പ്രത്യേകിച്ചും സിനിമ തുടങ്ങിക്കഴിഞ്ഞ ഏറ്റവും ആദ്യത്തെ സീൻ എടുക്കുന്ന സമയത്ത് അതിനകത്ത് അപാരമായിട്ടുള്ള സാമ്യത വരുന്നുണ്ട് ഈ സംഭവം അധ്യായം സിനിമയായിട്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം തുടക്കത്തിലെ ഓർമ്മ വരും സംഭവം അധ്യായം മൂവിയാണ് ഓർമ്മയിൽ വരിക. മാത്രമല്ല വെച്ച ഫ്രെയിമിൽ പോലും അപാരമായിട്ടുള്ള സാമ്യത സാദൃശ്യം വന്നിട്ടുണ്ട്. പക്ഷെ മുൻപോട്ട് കഥ പോകും തോറും വലിയ സാമ്യത കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ രണ്ടിലും ഒരുപോലെ ഘടകമായിട്ട് നിൽക്കുന്ന കാര്യമാണ് ഒരു മിസ്റ്ററി ഹൊറർ മൂവി ആണെന്നുള്ളത്. ഒരു കാടുമായി ബന്ധപ്പെട്ടുള്ള നിഗൂഢമായിട്ടുള്ള കാര്യങ്ങള്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ, ആ നിഗൂഢതയിലേക്ക് എത്തിപ്പെടുന്ന കുറെ മനുഷ്യര്, അതൊക്കെ രണ്ടിനകത്തും ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കുറച്ചുകൂടി സാധ്യതയുള്ള ഒരു സിനിമയാണ് ഈ സീക്രട്ട് ഓഫ് കലിംഗ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സിനിമ പേഴ്സണലി കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഒരു 100-ൽ 45 മാർക്ക് 50 മാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു സിനിമ പ്രധാനമായിട്ടും കയ്യിൽ നിന്ന് പാളിപ്പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇതിനകത്ത് ഈ പറയുന്ന മിസ്റ്ററി ഹൊറർ എന്നുള്ളതിന് അപ്പുറത്തേക്ക് കോമഡി കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കോമഡിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് വന്നിട്ടുള്ളത്. കാരണം രസകരമായിട്ട് ഈ മിസ്റ്ററി ഹൊറർ മാത്രമായിട്ട് പോയിരുന്നെങ്കിൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. അതിലേക്ക് കോമഡി കൊണ്ടുവന്ന കോമഡി ആണെങ്കിൽ ഇവർക്ക് അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കോമഡി പലയിടങ്ങളിലും പാളിപ്പോയിട്ട് നമുക്ക് ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന പോലെ ഫീൽ ചെയ്തു. മാത്രമല്ല ഈ സ്ക്രിപ്റ്റിൽ പോലും ഒന്നും കൂടി ഇരുന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് നമ്മൾ പിടിച്ചിരുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന കുറെ എലമെന്റ്സ് വരുന്നുണ്ട്. നമുക്ക് നിഗൂഢമായിട്ടുള്ള പല സംഭവങ്ങളും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ വരുന്നുണ്ട്. ഇപ്പൊ എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ നമ്മൾ സിനിമ കാണുന്നുണ്ട്. പക്ഷെ അവിടെ അനാവശ്യമായിട്ട് കുറെ സീൻസ് കൊണ്ടുവന്ന്, കുറെ ഫ്ലാഷ് ബാക്കിൽ കുറെ പെമ്പിള്ളേരെ കൊണ്ടുവന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കുറച്ചും കൂടി ഭംഗിയായിട്ട് അത് കുറച്ചും കൂടി വൃത്തിക്ക് ചെയ്യാമായിരുന്നു എന്ന് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ധ്യാൻ ശ്രീനിവാസനാണ് നായകനായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ കുഴപ്പമില്ലാത്തൊരു സിനിമയാണിതെന്നുള്ള ഒരു ഫീൽ ഉണ്ട് കേട്ടോ. കാരണം ധ്യാൻ ശ്രീനിവാസിന്റെ അറിയാലോ പുള്ളിക്കാരന്റെ വരുന്ന സിനിമകളുടെ അവസ്ഥ എന്താന്ന്. അപ്പൊ നോക്കുമ്പോൾ ഇതിന് ഞാൻ ഒരു 100-ൽ 45-50 മാർക്കൊക്കെ കൊടുക്കും. അത്രയും കുഴപ്പമില്ലാത്ത സിനിമയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസിന്റെ നായകൻ എന്നൊക്കെ പറഞ്ഞ പോസ്റ്ററിൽ കൊടുക്കുന്നെങ്കിൽ നമ്മൾ നായകൻ എന്ന് പറയുന്നെങ്കിൽ കൂടിയും അതിന് മാത്രം കാര്യമായിട്ട് പുള്ളിക്കാരൻ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വീടുണ്ട്, ആ വീടിനകത്തിരുന്ന് പുള്ളിക്കാരൻ ചെയ്യാവുന്ന കുറച്ച് പരിപാടികളിലാണ് പോണത്. പക്ഷെ ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ പോലും ഈ കഥ മുൻപോട്ട് പോകും. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു മൂവിയുടെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിൽ കാര്യമായിട്ട് പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരിക്കും. നിലവിലെ അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് ധ്യാൻ ശ്രീനിവാസിന് കാര്യമായിട്ടൊന്നുമില്ല. ഇതിനകത്ത് നിതിൻ പരമേശ്വർ ആണ് കാര്യമായിട്ട് ചെയ്തു പോയിട്ടുള്ളത്. പുള്ളിക്കാരനാണ് കാര്യമായിട്ട് പെർഫോം ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, നിതിൻ പരമേശ്വർ, ഇവര് 3 പേരും ബ്രദേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു വീടിനകത്ത് താമസിക്കുന്ന അച്ഛനും അമ്മയൊന്നും ഇല്ല. അവർ 3 ബ്രദേഴ്സ് ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഒരിടത്ത് പോലും നമുക്കൊരു ബോണ്ടിങ് ഫീൽ ചെയ്യുന്നില്ല അവർക്കിടയിൽ. ധ്യാൻ ശ്രീനിവാസൻ ധ്യാനായിട്ട് തന്നെ ഇരിക്കുകയാണ്, അൽത്താഫായിട്ട് തന്നെ നിൽക്കുകയാണ്. നിതിന്റെ പിന്നെ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. പക്ഷെ ധ്യാനും അൽത്താഫും അവർ എല്ലാ സിനിമകളെയും പോലെ തന്നെ അവരായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് ഈ ബോണ്ടിങ്, ബ്രദേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബോണ്ടിങ് നമുക്ക് ഫീൽ ചെയ്യണ്ടേ? ബോണ്ടിങ് ഫീൽ ചെയ്യുന്നില്ല. 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ടുള്ളൊരു അപാകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ധ്യാന്റെ ചെറുപ്പകാലൊക്കെ, കോളേജ് കാലൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒക്കെ വെച്ചിട്ടാണ് ആ കോളേജ് കാലം കാണിച്ചത്. അപ്പൊ അതിനകത്ത് കുഴപ്പമില്ലാണ്ട് ആ സംഭവം കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ കോമഡി പാളിപ്പോയി, സ്ക്രിപ്റ്റ് കുറച്ചുകൂടി നന്നാക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പരിമിതിയായിട്ട് തോന്നിയ കാര്യമാണ് ഇതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നോൺ സ്റ്റാർ കാസ്റ്റ് ആണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ പല ആർട്ടിസ്റ്റുകളും നമ്മൾ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും പലരും എടുത്ത് നോക്കുന്ന സമയത്ത് ഒന്നാമത് അനാവശ്യമായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അതൊക്കെ. ആ ക്യാരക്ടേഴ്സിന് ആവശ്യം പോലും കാര്യമായിട്ട് വരുന്നില്ല. പക്ഷെ എടുക്കുന്ന സമയത്ത് പോലും നോൺ സ്റ്റാർ കാസ്റ്റ് ആയത് കാരണം നമ്മൾ പല സിനിമകളിലും ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കുറെ ആർട്ടിസ്റ്റുകളില്ലേ, അതുപോലുള്ള ആർട്ടിസ്റ്റുകൾ എടുത്ത് പൊക്കി കൊണ്ടുവന്നിട്ട് ഇതിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് ആ ഒരു അഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇത് ലോ ബഡ്ജറ്റ് മൂവിയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ലോ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്ന ആർട്ടിസ്റ്റ് ആണെന്ന് നമുക്കറിയാം. ആ പരിമിതി ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റുന്ന, ഫെമിലിയർ അല്ലെങ്കിൽ കൂടി നമുക്ക് കണ്ടിരിക്കാൻ കൊള്ളാവുന്ന പെർഫോമൻസ് ഒക്കെ തരുന്ന ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമായിരുന്നു. ആകെ മൊത്തം ഒരു ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥ പോലെയൊക്കെ പലയിടത്തും ഈ നോൺ സ്റ്റാർ കാസ്റ്റ് കാരണം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടാണ് സിനിമ കാര്യമായിട്ട് പോകുന്നത്. കലിംഗ സാമ്രാജ്യം, അതിന്റെ അവശിഷ്ടങ്ങള്, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കോളേജ്, ഇങ്ങനെ കുറെ മിസ്റ്ററി കാര്യങ്ങളും ഹിസ്റ്ററി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. പിന്നെ ഈ കോമഡി ഒക്കെ ഉൾപ്പെടുത്തുന്ന കൂട്ടത്തിൽ തന്നെ ഇവർ അത്യാവശ്യം സഖാക്കന്മാരൊക്കെ എടുത്ത് ട്രോൾ ചെയ്തിട്ടുണ്ട്, ഇവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചും ട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദർശ വിനോദാണ് ഇതിനകത്ത് നായികയായി വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത രീതിക്ക് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് സനീഷ് ഉണ്ണികൃഷ്ണനും അതുപോലെ ജിഷ്ണു എം ആര്യൻ, രണ്ടുപേരും ചേർന്നാണ് ചെയ്തത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി വൃത്തിക്ക് ചെയ്യാമായിരുന്നു, ഒന്നും കൂടി വൃത്തിക്ക് സ്ക്രിപ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ, കാസ്റ്റിംഗ് ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നല്ല ഔട്ട് കിട്ടാനുള്ള ചാൻസ് ഉള്ള സംഭവം തന്നെയായിരുന്നു. അതുപോലെ അശ്വന്ത് രവീന്ദ്രനാണ് ഈ ഒരു മൂവിയുടെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു മിസ്റ്റീരിയസ് സംഭവം, അതുപോലെ തന്നെ ഹൊറർ ഫീൽ ഒക്കെ അതൊക്കെ കൊണ്ടുവരാനുള്ള പുള്ളിക്കാരന്റെ ഒരു എഫേർട്ട് ഇല്ല, അതിന്റെ ഔട്ട് കൃത്യമായിട്ട് ഈ ഒരു മൂവിയിൽ കാണാനുണ്ട്. പിന്നെ ആശ്രിത് സന്തോഷാണ് GOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത വർക്കാണ്. സോ എനിക്ക് പറയാനുള്ളത്, കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള, അത്യാവശ്യം തിരക്കേടില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാണ്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് സീക്രട്ട് ഓഫ് കലിംഗ.